സ്നേഹം നിറഞ്ഞ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, അപ്രതീക്ഷിതമായി പെയ്തൊരു മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഒരു പെരുന്നാളാണ്. പ്രദക്ഷിണം നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അച്ഛൻ പറയുന്നത് മഴ പെയ്താലും ഓടാതെ പ്രദക്ഷിണം നടത്തുന്ന ഒരു വിശ്വാസ സമൂഹമാണിതെന്നുള്ളതാണ്. അതായത് നമ്മുടെ അതിരൂപതയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ദൈവവിളികൾ കൊണ്ട് സമ്പന്നമായ, ഇത്രയും വിശ്വാസ പൈതൃകമുള്ള, അത്രയേറെ നല്ല പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ് ഇതെന്നുള്ളത് ഒരുപാട് കേട്ട് കേൾവിയുള്ള കാര്യമാണ്. അത്തരമൊരു പള്ളിയിൽ ഇടവക തിരുനാളിന് വരാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും കരുതുകയാണ്. ആദ്യമേ തന്നെ മഴയിൽ കുതിർന്നെങ്കിലും നമ്മുടെ വിശ്വാസ തീക്ഷ്ണതയ്ക്കോ നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങൾക്കോ ഒന്നും ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവില്ല എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. തിരുനാളിൻ്റെ നന്മകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കട്ടെ. ഞാൻ വന്നപ്പോൾ വികാരിച്ചനോട് ചോദിച്ചൊരു കാര്യം, ഇതൊരു ലാറ്റിൻ ബെൽറ്റൊന്നുമല്ല, സുറിയാനി ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് സേവ്യർ എന്ന വിശുദ്ധൻ ഇവിടെ വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലുള്ള ഒരു പള്ളി ഇവിടെ വന്നത് എന്ന് ചിന്തിക്കുകയായിരുന്നു. ഏതായാലും നന്നായി. കാരണം സുറിയാനി ക്രിസ്ത്യാനികളെന്ന് മേനി നടിക്കുന്നവർക്ക് കുറേ അധികം കൊട്ടുകളും കുറേ അധികം പാഠങ്ങളും പഠിപ്പിക്കാനായിട്ട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, തിരുനാളും അതിൻ്റെ ആഘോഷങ്ങളും എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ ആഘോഷങ്ങളും ആത്യന്തികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ആഘോഷങ്ങൾ കഴിയുമ്പോൾ പകിട്ടുള്ള ഓർമ്മകളായിട്ട് ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. ഇവരുടെ ജീവിതത്തിന് നൊസ്റ്റാൾജിയായിട്ട് നാളത്തെ വലിയ ഓർമ്മകളായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുനാളിൻ്റെ പടക്കവും വെടിക്കെട്ടും കമ്പിത്തിരിയും മത്താപ്പും അതിൻ്റെ വാദ്യഘോഷങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് നാളത്തെ തലമുറയിലേക്ക് അവർ കോർത്തു വയ്ക്കാനുള്ള ഒരുപിടി മധുരമായ ഓർമ്മകളാണ് ഓരോ തിരുനാളുകളും. അതുകൊണ്ട് തന്നെ പള്ളി പ്രസംഗം പറയുമ്പോൾ അത് കാർന്നോമാർക്ക് മനസ്സിലായില്ലെങ്കിലും തലേക്കേറിയില്ലെങ്കിലും അതിലൊരു കഥയെങ്കിലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മറക്കാണ്ട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമോ? ഞാനൊരു ഡയലോഗ് പറയും, നിങ്ങളതിൻ്റെ മറുപടി പറയണം. ഓക്കെ? പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ. ബാക്കി പറ. ഫയറാണ്. നമ്മൾ കണ്ടൊരു സിനിമയിലെ ഡയലോഗാണ്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ പറയാനായിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന ഈ വിശുദ്ധനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഫയർ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റിയ, ജീവിച്ച ഒരു തീപ്പൊരി എന്ന് പറയാൻ പറ്റുന്ന ഒരു വിശുദ്ധനാണ്. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിശുദ്ധനെ പറ്റി ഒരു കോമിക്കോ ഒരു കാർട്ടൂൺ സീരീസോ ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇന്ന് അയൺമാനും ബാറ്റ്മാനും ഒക്കെ പറയുന്നത് പോലെ അത്രമാത്രം ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളുള്ള വീരോചിതമായ ഒരു ജീവിതമാണ്. അമാനുഷികവും അവിശ്വസനീയവുമായ കഥകളും സംഭവങ്ങളും കൊണ്ട് ഒരു മറ്റൊരു സിനിമയിലെ ഡയലോഗാണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, അല്ലേ? അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു ജീവിതം, ഫയർ ബ്രാൻഡ് എന്ന എല്ലാ അർത്ഥത്തിലും വിളിക്കാൻ പറ്റുന്ന ഒരു അവിശ്വസനീയമായ ജീവിതവും ജീവിത പരിസരങ്ങളുമുള്ള ഒരു വിശുദ്ധനെയാണ്, ഫ്രാൻസിസ് സേവ്യറിനെയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഓർമ്മിക്കുന്നത്. ഞാനതിൻ്റെ ഓരോ തലങ്ങളും വായിച്ച് വരുമ്പോൾ ഉദ്വേഗം കൊള്ളുകയാണ്. ഒരുപക്ഷെ ആ 16-ാം നൂറ്റാണ്ടിലേക്ക് 15-ാം നൂറ്റാണ്ടിലേക്ക് നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം പോന്ന പോക്കും വന്ന വഴികളും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരു സിനിമയ്ക്കല്ല, ഒരു വെബ് സീരീസിനുള്ള കണ്ടന്റ് ഉണ്ട്. അത്രയ്ക്കും ഹീറോയിക് ആയിട്ടുള്ള ജീവിതം നയിച്ച ഒരു വിശുദ്ധനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പിള്ളേർക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? അല്ലേ? എവിടേക്ക് പോകാനാണ് ഇഷ്ടം? കൊളുക്കുമല, കുളു മണാലി, മസനഗുഡി വഴി ഊട്ടി, അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ നമ്മൾ പോകാറുണ്ട്, അല്ലേ? യാത്രകൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ പോകുന്നൊരു യാത്ര പിന്നെ ഒരിക്കലും മടങ്ങി വീട്ടിലേക്ക് വരാത്തൊരു യാത്രയാണെങ്കിലോ? ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ? ഈവൻ നമ്മുടെ പിള്ളേർ കാനഡയ്ക്കും UK-ക്കും പോകുമ്പോൾ പോലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വരും. ചിലപ്പോൾ അവിടെ സെറ്റിൽഡ് ആയാൽ പോലും 2 വർഷം കഴിയുമ്പോൾ വരും, കാണാൻ പറ്റും. എന്തിനാ? എല്ലാ ദിവസവും വീഡിയോ കോൾ കാണാൻ പറ്റില്ലേ? അപ്പൊ എത്രമാത്രം അകലത്താണെങ്കിൽ പോലും അതൊരു അകലമല്ലാത്ത കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രിപ്പ് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ ട്രിപ്പ് ഒരിക്കലും തിരികെ വരാത്തൊരു ട്രിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ട്രിപ്പ് പോകുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തെ പറ്റിയാണ്. ആദ്യമായി പോർച്ചുഗലിലെ രാജാവ്
ഇന്ത്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലേക്ക് വ്യാപാരങ്ങളുമായിട്ട് പോകുമ്പോൾ 2 മിഷണറിമാരെ കൂടി അയക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ലിസ്ബണിൽ നിന്ന് ആ കൽപ്പന ഇഗ്നേഷ്യസ് ലൊയോളയ്ക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം 2 പേരെ തീരുമാനിച്ചതുമാണ്. ഒന്ന് സൈമൺ റോഡ്രിഗസും 2 അൽഫോൺസോ ബോബിഡിലെയും. ഈ 2 SJ-കാരായ വൈദികരെ നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവര് പോകാൻ തയ്യാറുമാണ്. പക്ഷേ കഥ അതിന്റെ സസ്പെൻസിലേക്ക് വരുന്നത് അപ്പോഴല്ല. അങ്ങനെ പോകാനുള്ള സമയമെടുത്തപ്പോ ഈ പറയുന്ന അൽഫോൺസോ ബോബിഡിലേക്ക് പനി പിടിച്ചു. ഈ പറയുന്ന സൈമൺ റോഡ്രിഗസിന് മറ്റസൗകര്യം ഉണ്ടായി. രാജാവിന്റെ കൽപ്പനയാണ്, മിഷണറി ആയിട്ട് പോകാനുള്ള ചാൻസാണ്. ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു ഭൂമിയിലേക്ക് ക്രിസ്തുവിന്റെ മിഷണറി ആയിട്ട് പോകാൻ ആര് പോകുമെന്ന് പറയുന്ന വലിയൊരു സന്ദേഹം വന്നു. കാരണം ഏൽപ്പിക്കപ്പെട്ടവരും ഒരുങ്ങി നിന്നവരും പോകാൻ പറ്റാത്ത വിധം പനിയും അസൗകര്യവും വന്ന ഒരു സാഹചര്യം. അന്ന് SJ സഭയുടെ സുപ്പീരിയർ ആണ് ഇഗ്നേഷ്യസ് ലൊയോള. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രാൻസിസ് സേവ്യർ. ആ ഒരു ഘട്ടത്തിൽ ഫ്രാൻസിസ് സേവ്യർ മുന്നോട്ട് വന്നിട്ട് ഇഗ്നേഷ്യസ് ലൊയോളോട് പറയുന്നു, സെൻഡ് മീ, ഞാൻ പോവാം. സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും ബുദ്ധിരാക്ഷസനായ, ഏറ്റവും മികവുള്ള, ഒരുപക്ഷെ നാളെ ഈ സഭയുടെ അടുത്ത ജനറൽ ആകാവുന്ന, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു മെത്രാനോ കർദിനാളോ മാർപ്പാപ്പ വരെ ആകാനുള്ള കഴിവും സിദ്ധിയും യോഗ്യതയും വിദ്യാഭ്യാസവും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് അതെന്ന് ഇഗ്നേഷ്യസിന് അറിയാം. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അയാളെ വിടാനായിട്ട് ഇഗ്നേഷ്യസിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഞാൻ പോകാമെന്ന് പറയുമ്പോൾ ഇഗ്നേഷ്യസ് ആ പോകാൻ നേരത്ത് അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്, സെറ്റ് എ ബ്ലേസ് ദ വേൾഡ് വിത്ത് ഫയർ. നീ പോകുന്നിടത്തൊക്കെ ലോകത്തെ എരിയിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ആകാമായിരുന്ന എല്ലാ സാധ്യതകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത, ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു യാത്രയ്ക്ക് കോപ്പുകൂട്ടുകയാണ്. ഈ യാത്ര പോകാൻ നേരത്ത് ഇവർ 2 പേരും തമ്മിലുള്ള ആലിംഗനമുണ്ട്. നിങ്ങളൊന്ന് ഓർക്കണം, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പറഞ്ഞയക്കുമ്പോൾ, അന്നത്തെ കാലമാണ്, ഇന്ത്യയിലേക്കാണ് വിടുന്നത്. അവര് യാത്ര അയക്കുമ്പോൾ അവർക്കറിയാം, ഇനി നമ്മൾ കണ്ടുമുട്ടില്ല, ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട്, ഇനി ജീവിതത്തോടെ ജീവനോടെ നീ തിരികെ വരുന്ന ഒരു കാലമല്ല, ഇപ്പോഴത്തെ പോലെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാലമല്ല, ഇനിയൊരു മടക്കയില്ല എന്നറിഞ്ഞുകൊണ്ടുള്ള ട്രിപ്പ് അത് അത്ര സുഖമുള്ള ട്രിപ്പല്ല. അതുകൊണ്ട് തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവർ യാത്രയാകുമ്പോൾ, സ്നേഹം നിറഞ്ഞവരെ, ഇനി ഒരിക്കലും മടങ്ങി വരാത്തൊരു യാത്രയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ സന്നദ്ധനാവുകയാണ്. സമാനമാണ് നമ്മൾ മദർ തെരേസയുടെ ജീവിതം കാണുന്നത്. സമാനമാണ് നമ്മൾ ഫാദർ ഡാമിയന്റെ ജീവിതം കാണുന്നത്. പിന്നീട് ഒരിക്കലും ജന്മനാട്ടിലേക്ക് അവർ മടങ്ങി പോന്നിട്ടില്ല. മംഗലപ്പുഴ സെമിനാരിയിൽ വിശുദ്ധരായ 2 അച്ഛന്മാരുണ്ട്, സക്കറിയാസും ഔറേലിയസും. സ്പെയിനിലെ നവാറ പ്രവിശ്യയിൽ നിന്ന് വന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ഭൂമിയും അവരുടെ കുടുംബസ്വത്തും മൊത്തം വിറ്റിട്ടാണ് വന്നത്. എന്തിനാണെന്നറിയാമോ? മംഗലപ്പുഴ പള്ളി പണിയാനായിട്ട്, ഇവിടെ സെമിനാരി ഉണ്ടാക്കാനായിട്ട്, ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ ഒരു മടക്കയാത്രയില്ല, ആ ശരീരം ഇവിടെ തന്നെ തീർന്നു. അതുപോലെ ഒരിക്കലും ഇനി മടക്കയാത്ര ഇല്ലെന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു പടപ്പുറപ്പാടാണ്, സ്നേഹമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഹീറോ എന്ന് പറയുന്ന ഫ്രാൻസിസ് സേവ്യർ നടത്തുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഉദ്വേഗജനകമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1939 റോമിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പിന്നീട് ലിസ്ബണിൽ കുറച്ചു കാലം ചെലവഴിച്ചു. അതിനുശേഷം 13 മാസങ്ങൾ എടുത്തു ഗോവ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ. നിങ്ങൾ വിചാരിക്കണം, 1 കൊല്ലത്തിലേറെ കപ്പലിൽ യാത്ര ചെയ്യുന്നു. അതിനിടയ്ക്ക് കോളറയുണ്ട്, പടർന്നു പിടിക്കുന്ന അസുഖങ്ങളുണ്ട്, കപ്പൽ ഛേദങ്ങളുണ്ട്, കടൽ ക്ഷോഭങ്ങളുണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും നടുക്ക് ഒരു മനുഷ്യൻ താൻ ഇന്നുവരെ കാണാത്ത, താൻ ഇന്നുവരെ കേൾക്കാത്ത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതരായ ഗോത്രങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. 2014 ഇറ്റലിയിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ നിന്നൊരു യാത്ര പുറപ്പെടാനായിട്ട് സ്പെയിനിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഈ പറയുന്ന ഫ്രാൻസിസ് സേവ്യറും ഇഗ്നേഷ്യസ് ലൊയോളയും ജനിച്ച നവാറ പ്രൊവിൻസിലായിരുന്നു. അന്ന് ഫ്രാൻസിസ് ജനിച്ച ആ കൊട്ടാരം അല്ലെങ്കിൽ ആ കോട്ട കാണാനും അതിൻ്റെ ഉള്ളിൽ കയറാനും ഫ്രാൻസിസ് കിടന്നുറങ്ങിയ മുറി കാണാനും ഒക്കെ ഭാഗ്യം ലഭിച്ചത് ഇപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ജീവിതത്തിന്റെ അസുലഭമായൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റി പറയുമ്പോൾ, ഇയാള് 10 വർഷം കൊണ്ട് നടത്തിയ യാത്ര എന്ന് പറയുന്നത് പൗലോസ്ലീഹ നടത്തിയ പ്രേക്ഷിത യാത്രകളേക്കാൾ ഇരട്ടി അധികം വലിപ്പം വരുന്നതാണ്. 10 വർഷം കൊണ്ട് ഇന്ത്യ, ശ്രീലങ്ക,
മലാക്ക അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന സിംഗപ്പൂര്, ജപ്പാൻ, പോരാഞ്ഞിട്ട് ചൈനയുടെ ഏറ്റവും അതിർത്തിയിലുള്ള 14 കിലോമീറ്റർ ഇപ്പുറമുള്ള ഷാൻജുവാൻ എന്ന് പറയുന്ന ദ്വീപ് വരെ 10 വർഷം കൊണ്ടൊരു മനുഷ്യൻ നടന്നു തീർത്തു. നിങ്ങൾ ഓർക്കണം, ഗോവയിൽ നിന്ന് കേരളം വരെ വരുമ്പോൾ തന്നെ എത്ര ഭാഷ മാറി. ഇതെല്ലാം പഠിക്കണ്ടേ? നമ്മൾ സായിപ്പ് എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ സ്പാനിഷ് മാത്രം സംസാരിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഗോവയിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് കോയമ്പത്തൂരേക്ക് വരുന്നു, അത് കഴിഞ്ഞ് തൂത്തുക്കുടി വരുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം കൊല്ലത്ത് വരുന്നു, തിരുവനന്തപുരത്ത് വരുന്നു, പിന്നെ ശ്രീലങ്കയിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ അയാൾ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്? കമാന്ന് എന്തെങ്കിലും പറയണ്ടേ? വാതുറന്ന് മിണ്ടണ്ടേ? സ്നേഹം നിറഞ്ഞവർ, ഈ യാത്രയിലൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് ലാംഗ്വേജ് പഠിക്കുകയാണ്. കാരണം താൻ സംസാരിക്കേണ്ട ജനങ്ങളുടെ ഭാഷ ഞാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കും? തീക്ഷ്ണമതിയായൊരു വിശുദ്ധൻ. നമുക്കറിയാം, ഈ വർഷം വളരെ പ്രത്യേകതയുള്ളതാണ്. 2014 അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ അഴുകാത്ത മൃതശരീരം ഗോവയിലുള്ള ബോം ജീസസിന്റെ പള്ളിയിൽ താഴ്ത്ത് പൊതുദർശനത്തിലേക്ക് എടുത്തു വയ്ക്കുന്നത്. വീണ്ടും 10 വർഷങ്ങൾ കഴിഞ്ഞ് ഈ വർഷമാണ് ചാൻസ് ഉള്ളത്. ആരെങ്കിലും ഗോവയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ബീച്ചിൽ മാത്രം പോകാണ്ടിരിക്കുക. ബോം ജീസസിന്റെ ആ പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അഴുകാത്ത ശരീരം ഒന്ന് കാണാൻ ഇനി നമുക്ക് 10 വർഷം വേണ്ടി വരും. നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലത്തെ കൈ ആ ശവശരീരത്തിൽ ഉണ്ടാവില്ല. അത് റോമിലേക്ക് കൊണ്ടുപോയി. കാരണം ലോകത്തില് 10 വർഷം കൊണ്ട് ലക്ഷങ്ങളോളം മനുഷ്യരെ ജ്ഞാനസ്നാനം മുക്കിയ വലത്തെ കൈയാണ്. എത്രയേറെ പേരെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ കൈയാണ്. അതുകൊണ്ട് തന്നെ ആ കൈ നഷ്ടപ്പെട്ടുകൂടാ എന്ന് കരുതി റോമിലേക്ക് അത് കൊണ്ടുപോയി അത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചരിത്രമൊക്കെ പറയുന്നത് ഈ കുഞ്ഞുങ്ങളെങ്കിലും ആ കഥകളൊന്നും മറക്കാതിരിക്കാനാണ്. കാരണം നിങ്ങളിന്ന് കൊണ്ടാടുന്ന ബാറ്റ്മാനെ പോലെ, അയൺമാനെ പോലെ, അല്ലെങ്കിൽ മറ്റേതൊരു സൂപ്പർ ഹീറോയെ പോലെ അത്രയ്ക്ക് സൂപ്പർ ഹീറോയിക് ആയിട്ടുള്ള ജീവിതം ജീവിച്ച വെറും 46 വയസ്സിൽ പൊലിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തീക്ഷ്ണമതിയാണ്, എന്നിട്ടും തീർന്നില്ല. അദ്ദേഹം ജപ്പാനും കഴിഞ്ഞു കഴിയുമ്പോൾ, ജപ്പാനിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, കപ്പലിലിരുന്ന് ജാപ്പനീസ് പഠിക്കുകയാണ്. ഈർക്കിലിയിൽ ത്രികോണം വരച്ച പോലുള്ള ലെറ്റേഴ്സാണ് ജാപ്പനീസ്. പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കമ്പും കോലും മാത്രമുള്ള ലെറ്റേഴ്സ്. അതിരുന്ന് തച്ചിലിരുന്ന ഒരാൾ പഠിക്കുകയാണ്. എന്തിനാണ്? ഈശോയെ കൊടുക്കാനാണ്. അവിടെയുള്ള മനുഷ്യരോട് സമ്മതിക്കാനാണ്. സ്നേഹം സ്നേഹം എന്ന് പറയാനാണ്. എന്നിട്ട് ആ കപ്പലിൽ മുഴുവൻ ഇരുന്ന് ജാപ്പനീസ് ഇരുന്ന് പഠിച്ചിട്ട് അയാളെ തീരത്തിറങ്ങുമ്പോൾ അവിടെ ജാപ്പനീസിൽ പ്രസംഗിക്കുകയാണ്. എന്നിട്ടും തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂരിന്റെ തീരങ്ങളിലേക്ക് പോയി, അന്നത്തെ മലാഗ എന്ന് പറയുന്ന സ്ഥലത്ത്. അതും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചൈന. സുവിശേഷമല്ല ഒരു വിശേഷവും അന്നും ഇന്നും കേൾക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയിൽ ബുദ്ധമതമല്ലാതെ മറ്റൊരു മതം പ്രചരിപ്പിച്ചാൽ അവനെ കൊല്ലാനായിട്ട് ഉത്തരവിടുന്ന മതമാണ്, രാജ്യമാണ്. ആ ചൈനയിലേക്ക് പോകണ്ട പോകണ്ട, പോയാ മരണമാണ് എന്ന് പറയുമ്പോഴും സ്നേഹമുള്ളവരെ, ഈ ഫ്രാൻസിസ് സേവ്യർ കപ്പൽ കയറുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നഭൂമിയായ ചൈനയിലേക്ക് അദ്ദേഹം എത്തിയില്ല. അതിനും 14 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഷാൻചുവാൻ എന്ന് പറയുന്ന ദ്വീപ സമൂഹങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് പനി പിടിക്കുകയാണ്. പനിയും ജ്വരവും ഒക്കെയുള്ള പകർച്ചവ്യാധിയുള്ള കാലഘട്ടമാണ്. ആ സമയത്ത് കഥകൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. അവിടുത്തെ നാട്ടിലെ വിശ്വാസം പനി വരുന്നത് ദുഷിച്ച ചോര ശരീരത്തിലുള്ളപ്പോഴാണ്. അങ്ങനെ ഏതോ ഒരു മുറിവൈദ്യന് വന്നിട്ട് അദ്ദേഹത്തിന്റെ വെയിൻ കട്ട് ചെയ്തു, ചോര കുറച്ച് ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ പനി മാറും എന്ന് പറഞ്ഞ് ആ ചോര പോയതോടെ അദ്ദേഹം വീണ്ടും ക്ഷീണിതനായി. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. തന്റെ സ്വപ്നഭൂമിയായ ചൈനയിലേക്ക് നോക്കി അദ്ദേഹം മരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ജീവിച്ച കാലത്തേക്കാൾ വലുതാണ് ജീവിച്ചതിന് ശേഷമുള്ള, മരണശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. നിങ്ങൾക്ക് അറിയാമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കഥ ഒന്നും കൂടി പറയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കപ്പലാണ്. സാധാരണ കപ്പൽ യാത്രയിൽ ഒരാൾ മരിച്ചാൽ അത് നാവികനാണെങ്കിൽ ബോഡി കടലിലേക്ക് എറിയും. സാധാരണക്കാരനോ അല്ലെങ്കിൽ VIP ഒക്കെ ആണെങ്കിൽ കപ്പൽ അടുക്കുന്ന തീരത്ത്, ആ കടൽ തീരത്ത് കുഴിച്ചിടും. ഇതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ മരിച്ചു. കപ്പലിൽ എത്ര ദിവസം ഈ ബോഡി വെക്കാൻ പറ്റും? ഒരു ദിവസമല്ല, 2 ദിവസം കഴിയുമ്പോൾ ചീയില്ലേ? മനുഷ്യ ശരീരമല്ലേ, അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? അങ്ങനെ കപ്പല് തൊട്ടടുത്ത് കണ്ട തീരത്ത് കുഴിയെടുത്ത് ഒരു സാധാരണ മൃഗത്തിനെ അടക്കുന്ന പോലെ അടക്കി. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ അടക്കുമ്പോൾ അവർ തീരുമാനിച്ചു, കപ്പൽ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം നമുക്ക് കൊണ്ടുപോകണം. കാരണം വിശുദ്ധനായി ജീവിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എത്രയും വേഗം കപ്പൽ വരുമ്പോഴത്തേനും ഇത് അഴുകിയിരിക്കണം. അഴുകാൻ അവർ എന്ത് ചെയ്യുമെന്നറിയോ? ചുണ്ണാമ്പിൽ പൊതിഞ്ഞിട്ടാണ് ആ മൃതദേഹം അടക്കിയത്. കാരണം അത്രയും പെട്ടെന്നത് ഡീക്കേ ആവട്ടെ, എന്നിട്ട് എല്ല് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ എന്നോർത്തിട്ടാണ് അവരിത് ചെയ്തത്.
നിങ്ങൾ ഓർക്കണം, 7-8 മാസം കഴിഞ്ഞ് ആ കപ്പൽ തിരിച്ചെത്തി ഇവർ കുഴി തുറന്ന് എല്ല് മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കുഴി തുറന്ന് നോക്കുമ്പോൾ ഇന്നലെ മരിച്ച പോലെ ആ മൃതദേഹം അവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത്ഭുതപ്പെട്ടു പോയി അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ അടക്കേണ്ട ഒരു വിശുദ്ധനല്ല, ഒരു മനുഷ്യനല്ല. അവരാ ഭവ്യതയോടെ ആ മൃതദേഹം വീണ്ടും കപ്പൽ തട്ടിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് അദ്ദേഹം പണ്ട് പോയിരുന്ന സിംഗപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന മലാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചാപ്പലിനോട് ചേർന്നിട്ട് കുഴിയെടുക്കാണ്. ഈ സിമിത്തേരിയിൽ ഇദ്ദേഹത്തിന് അടക്കാം. പക്ഷെ കുഴിയെടുത്തപ്പോൾ അളവിത്തിരി തെറ്റിപ്പോയി. ഇവരെടുത്ത കുഴിയും പെട്ടിയൊക്കെ ഇത്തിരി ചെറുതായിരുന്നു, ഇദ്ദേഹം ഇത്തിരി വലുതായിരുന്നു. എന്ത് ചെയ്യും? നമ്മൾ മറ്റേ അങ്കമാലി ഡയറീസിലൊക്കെ കാണുന്ന പോലെ ചേട്ടന്മാരെ ഒടിച്ചു നുറുക്കി എന്ന പോലെ അദ്ദേഹത്തിനെ ഒടിച്ചു കൂട്ടി ആ കല്ലറയിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തൊടിഞ്ഞു, ശരീരത്തിൽ മുറിവുകളുണ്ട്. എന്നിട്ടാണ് അവരത് അടക്കുന്നത്. വീണ്ടും കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സെമിനാരിക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഫ്രാൻസിസ് സേവ്യർ ജീവിച്ചത് അത്രയും ഗോവയിലാണ്, നല്ലൊരു കാലഘട്ടം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആരാലും അറിയപ്പെടാത്ത ഈ സിംഗപ്പൂർ അല്ല ഇരിക്കേണ്ടത്, അത് ഗോവയിലേക്ക് കൊണ്ടുവരണം എന്ന് കരുതി വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് ആ മൃതദേഹം എടുക്കുമ്പോൾ ഈ ഒടിഞ്ഞുകൂടി ഈ മുറിവ് പറ്റിയ ശരീരം ഒടിവുകളൊന്നുമില്ലാതെ വീണ്ടും ഫ്രഷ് ആയിട്ടിരിക്കുന്നു. അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ട് വരുമ്പോൾ രാജാവിനെ കാണിക്കാനായിട്ട് അന്നത്തെ അടിമ അദ്ദേഹത്തിന്റെ കാൽപാദം മുറിച്ചെടുക്കുന്നുണ്ട്. ചോര ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും. ആളുകൾക്ക് അതോടെ അത്ഭുതമായി, ഇതൊരു വിശുദ്ധനാണ് എന്നത്. സ്നേഹം നിറഞ്ഞവരെ, അത്തരത്തിൽ മരണശേഷവും അത്ഭുതങ്ങളിലൂടെ ഞെട്ടിച്ച ഒരു വിശുദ്ധനാണ്. ജീവിച്ച കാലത്ത് മരിച്ചുപോയവരെ വരെ ഉയർപ്പിച്ചിട്ടുള്ള കഥകളുണ്ട് ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലൂടെ ഒരു മണിയടിച്ചുകൊണ്ട് അദ്ദേഹം വരും. ആ മണിക്ക് ചുറ്റും ആളുകൾ കൂടും. അദ്ദേഹം പാട്ടുകൾ പാടും. പതിയെ പതിയെ അവരുടെ ഭാഷയിൽ തൻ്റെ കൊക്കിലൊതുങ്ങുന്ന മലയാളം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തമിഴ് വെച്ചുകൊണ്ട് അദ്ദേഹം ആളുകളോട് പതുക്കെ പതുക്കെ ഈശോയെ പറ്റി സമ്മതിക്കാൻ തുടങ്ങുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത്രയും കഥകൾ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി എന്തിനാണ് ഇത്രയേറെ കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു വിശുദ്ധനെ ഈ ചേരാനെല്ലൂർ പള്ളിയിൽ നമ്മൾ ഓർമ്മിക്കുമ്പോൾ വീണ്ടും ഞാൻ എന്താണ് ഇനി പറയേണ്ടത്? എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് ഈ വിശുദ്ധൻ ഈ ചേരാനെല്ലൂരത്തെ നിവാസികളോട്, നമ്മുടെ ജീവിതങ്ങളോട് ഈ 2024 എന്ത് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കബീർ മരിച്ചു. കബീറിനെ നമുക്കറിയാം, എല്ലാവരും ആദരവോടെ കണ്ടിരുന്ന ഒരു കഥാപാത്രം, ഒരു ജീവിതമായിരുന്നു ഇന്ത്യയിൽ. കബീർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒത്തുകൂടി 2 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായി. ചിലർ പറഞ്ഞു കബീറിന്റെ മൃതദേഹം ദഹിപ്പിക്കണം, ചിതയിലേക്ക് വെക്കണം, ഹിന്ദു സംസ്കാര പ്രകാരം. ചിലർ പറഞ്ഞു അല്ല, അത് മണ്ണിൽ കുഴിച്ചിടണം. അങ്ങനെ 2 പേരും ഭയങ്കര തർക്കമായി. തർക്കത്തിന്റെ അവസാനത്തിൽ അവരൊരു തീരുമാനം എടുത്തു, നമുക്ക് കബീറിന്റെ ബോഡി 2ആയിട്ട് മുറിക്കാം, എന്നിട്ട് ഒരു ഭാഗം ചിതയിലേക്കും ഒരു ഭാഗം കുഴിയിലേക്കും അങ്ങനെ വെക്കാൻ തീരുമാനമെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം മൂടിയ തുണി എടുത്ത് മാറ്റുമ്പോൾ അവിടെ ഏതാനും പൂക്കൾ മാത്രം. പിന്നെ അവർ ആ പൂക്കൾ പങ്കിട്ടെടുത്തു എന്നാണ് കഥ പറയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, അവശേഷിപ്പിക്കുന്നത് സുഗന്ധം മാത്രമാണ്. അങ്ങനെ സുഗന്ധം മാത്രം അവശേഷിപ്പിച്ച് പോയ ഒരു വിശുദ്ധനെ പറ്റി നമ്മൾ ഓർമ്മിക്കുമ്പോൾ, സ്നേഹം നിറഞ്ഞവരെ, മറ്റേതോ കാലത്തിൽ നിന്നും മറ്റേതോ ദേശത്തു നിന്നും നമ്മുടെ തീരത്തുകൂടി കടന്നുപോയ ഒരാൾ, നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചേ. നമ്മുടെ പൂഴിമണ്ണിലൂടെ നടന്നുപോയ ഒരാൾ, നമ്മുടെ കടൽ തീരത്തൂടെ നടന്നുപോയ ഒരാൾ, സുഗന്ധം മാത്രം ജീവിതത്തിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ ഒരാൾ. ഒരുപക്ഷെ അദ്ദേഹം വന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യര് ഉച്ചനീചത്വങ്ങളുടെ കാലം. ഇപ്പൊ പോലും എത്ര കാലമായി നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്? മിശ്രഭോജനം നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. അന്ന് ഒരുത്തിന് ഒരു വഴി, മറ്റൊരുവിന് വേറൊരു വഴി. അയിത്തമാണ്. ഒരുത്തനെ കണ്ടാൽ തിരിച്ചു പോകേണ്ട വഴി, കണ്ടാൽ കുളിക്കേണ്ട വഴി. അയിത്തവും ഇതുപോലെ ജാതി വെറിയും വർണ്ണവെറിയും ഉച്ചനീചത്വങ്ങളുമുള്ള ഒരു സമൂഹത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാത്ത, അധകൃതർക്കും താഴെയുള്ളവർക്കും കുഴിയിൽ ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്നേഹമുള്ളവരെ ഫ്രാൻസിസ് സേവ്യർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മനുഷ്യത്വപരമല്ല, ഇതൊക്കെ തെറ്റാണ്, മനുഷ്യരൊക്കെ ഒന്നാണ് എന്ന് അദ്ദേഹം ഈ മണ്ണിനെ പഠിപ്പിച്ചു എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇനി ഈ വിശുദ്ധനെ പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊന്നും ആകാൻ ആഗ്രഹിച്ച മനുഷ്യനല്ല. ഒരു വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചൊരാൾ. അദ്ദേഹം ബൊളോഞ്ഞോ സർവകലാശാലയിൽ ഏറ്റവും മിടുക്കനായിട്ട് പഠിച്ചൊരാൾ, കോളേജ് അധ്യാപകനായി മാറിയൊരാൾ. അദ്ദേഹത്തിന്റെ സ്വപ്നം ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാകണം. അതിന് അറിവ് വേണം, വിദ്യാഭ്യാസം വേണം, പദവി വേണം. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നൊരു മനുഷ്യനായിട്ട് എനിക്ക് മാറണം, എല്ലാവരും ഓർക്കപ്പെടുന്നൊരു മനുഷ്യനായിട്ട് എനിക്ക് മാറണം.
അങ്ങനെ വെട്ടിപ്പിടിക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ വിഖ്യാതനാകണമെന്ന് മാത്രം സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നു ചേരാണ്. ഒരു സഹമുറിയൻ. കോളേജ് ക്യാമ്പസിൽ നമ്മുടെ പിള്ളേര് പഠിക്കാറുണ്ട്, ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കാറുണ്ട്. ഇന്ന് കാനഡയിലും UK പോകുന്ന നമ്മുടെ പിള്ളേര് അപ്പാർട്ട്മെന്റുകൾ എടുത്തിട്ട് ഒന്നിച്ചതാണ് താമസിക്കുന്നത്. അങ്ങനെ പല സഹമുറിയന്മാരെ നമുക്ക് കിട്ടാറുണ്ട്. അവർ പലരും നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ചിലർ ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിക്കും, ചിലർ ആദ്യമായിട്ട് വെള്ളം ഒടിക്കാനുള്ള കമ്പനി കൊടുക്കും, ചിലർ ആദ്യമായിട്ട് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. പക്ഷേ ഇവിടെ സഹമുറിയാനായിട്ട് വന്നൊരാള് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് തന്നേക്കാൾ പ്രായം കൂടിയ ഇഗ്നേഷ്യസ് ലയോളയാണ്. പട്ടാളക്കാരനായിരുന്നു, യുദ്ധം ചെയ്യാൻ പോയതാണ്, വീണൊടിഞ്ഞ് കാലൊടിഞ്ഞതാണ്, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം വന്നതാണ്. അയാൾ എന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അത് തന്നേക്കാൾ പ്രായം കൂടിയ ഇഗ്നേഷ്യസ് ലയോളയാണ്. പട്ടാളക്കാരനായിരുന്നു, യുദ്ധം ചെയ്യാൻ പോയതാണ്, വീണൊടിഞ്ഞ് കാലൊടിഞ്ഞതാണ്, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം വന്നതാണ്. അയാൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് ചേരുകയാണ്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഫ്രാൻസിസ് സേവ്യർ അധ്യാപകനാണ്, ഇദ്ദേഹം വിദ്യാർത്ഥിയാണ്. ഇവരൊരുമിച്ച് താമസിച്ചു തുടങ്ങുമ്പോൾ പതിയെ പതിയെ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഇഗ്നേഷ്യസിന്റെ ചിന്തകൾ വളരുകയാണ്. ഫ്രാൻസിസിന് ലോകം അറിയപ്പെടുന്ന ആളാകണം. ഇഗ്നേഷ്യസ് പറയുന്ന വാക്ക് ഇതാണ്. അത് ആ ഒരൊറ്റ വാക്കിനാണ് ചരിത്രം മാറി മറിഞ്ഞത്. ഒരൊറ്റ വാക്ക് മതി അത് നാളത്തെ ചരിത്രമായിട്ട് മാറുമെന്ന് പറയുന്നത് പോലെ, അഗസ്റ്റിന്റെ ജീവിതത്തിൽ എടുത്തു വായിക്കൂ എന്ന് അശരീരി കേട്ടതുപോലെ, ഈ പുണ്യവാന്റെ ജീവിതത്തിലെ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞ വാചകം മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്ന് ലിൻഡോ അച്ഛൻ നമുക്ക് വായിച്ചു തന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രതിഫലം? ആദ്യം കേട്ടു, പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇത് ഇഗ്നേഷ്യസ് പറയാൻ തുടങ്ങി. ലോകത്തിൽ അറിയപ്പെടുന്ന ആളാകണമെന്ന് വിചാരിച്ചിരുന്ന ഫ്രാൻസിസിന്റെ ഉള്ളില് ഈ ഒരു വചനം ഒരു കനലായി മാറാൻ തുടങ്ങി. ആ കനല് കത്താൻ തുടങ്ങി, അതൊരു തീയായിട്ട് മാറാൻ തുടങ്ങി, ഒരു തീഗോളമായിട്ട് ഈ മനുഷ്യൻ മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. കുഞ്ഞു വാചകമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഞാൻ പണ്ട് കുഞ്ഞുകാലത്ത് കേട്ടൊരു കഥ പറയാം. എനിക്ക് അന്ന് ആ കഥ കേട്ടപ്പോൾ അതൊരു പൊട്ടക്കഥയായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് ആ കഥയ്ക്ക് ഭയങ്കര അർത്ഥമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കഥ ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയാണ്. കാട്ടിലൂടെ പോകുന്ന ഒരമ്മയും കുഞ്ഞും. കാട്ടിലൂടെ പോകുന്നതിനിടയ്ക്ക് ഒരു അശരീരി കേൾക്കുന്നുണ്ട്. ഈ കാടിന് നടുക്കൊരു ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കകത്ത് നിനക്ക് ആവശ്യമുള്ള രത്നങ്ങളും പണവും ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ ഗുഹയുടെ വാതിലടയും മുമ്പ് നിനക്ക് വേണ്ടത് എടുത്തുകൊള്ളുക. അങ്ങനെ കാട്ടിലൂടെ അമ്മയും കുഞ്ഞും പോവാണ്. കാടിന്റെ ഒത്ത നടുക്കെത്തുമ്പോൾ അമ്മ ഈ ഗുഹ കാണുന്നുണ്ട്. ആ അശരീരി പറഞ്ഞത് സത്യമാണെന്നറിയാൻ ഗുഹയ്ക്കകത്തേക്ക് കയറി നോക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള വജ്രങ്ങളും രത്നങ്ങളും പണവും സ്വർണവും. അമ്മ എന്ത് കാണിക്കണമെന്നറിയാൻ പാടില്ല. കിട്ടിയ സഞ്ചിയിലും സാരിയുടെ തലപ്പത്തും ഒക്കെ ആയിട്ട് അതെല്ലാം കൂടി വാരിക്കെട്ടി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഗുഹയുടെ വാതിലടയുന്നുണ്ട്. അതടയും മുമ്പേ വേഗം എല്ലാം കൂടി വാരിപ്പൊത്തി അമ്മ ചാടി പുറത്തിറങ്ങി സന്തോഷത്തോടെ ഗുഹയുടെ വാതിലടഞ്ഞു. അപ്പോഴാണ് അമ്മ പെട്ടെന്നൊരു വെള്ളിടി പോലെ ഒരു കാര്യം തിരിച്ചറിയുന്നത്. കർത്താവേ, കുഞ്ഞകത്താണ്, എടുക്കാൻ മറന്നുപോയി. എടുത്തത് സ്വർണവും പണ്ടൊക്കെയാണ്, കൊച്ചകത്തായി പോയി. അന്ന് എനിക്ക് ഈ കഥയ്ക്കൊന്നും തോന്നിയില്ല. ഇന്ന് നിങ്ങൾ ചോദിച്ചേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അതായത് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചിലതുണ്ട്, നിലനിൽക്കേണ്ട ചിലതുണ്ട്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വേസ്റ്റാണ്. കാലം വേസ്റ്റാണ്, നേടിയത് വേസ്റ്റാണ്, ജീവിച്ചത് വേസ്റ്റാണ്, ബാങ്ക് ബാലൻസ് വേസ്റ്റാണ്, നേടിയ പദവികളൊക്കെ വേസ്റ്റാണ് എന്ന് പറയുന്നൊരു വാചകമാണ്. ആത്യന്തികമായി നിലനിൽക്കുന്നത് എന്താണോ അതാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നിലനിൽക്കുന്ന അംശം ചോർന്നു പോകാൻ പാടില്ല എന്ന തിരിച്ചറിവ്, നിലനിൽക്കേണ്ടത് ഒരിക്കലും കളയരുതെന്ന തിരിച്ചറിവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇനി എനിക്ക് ലോകം നേടണ്ട, ഇനി എനിക്ക് പദവി കൈയാളണ്ട, ഇനി എനിക്ക് എല്ലാവരും അറിയപ്പെടുന്ന മനുഷ്യനാകണ്ട, എനിക്ക് എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തുന്നത്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് പ്രയോറിറ്റി, എന്താണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ പൈസ സമ്പാദിക്കണ്ടെന്നോ ബാങ്കിൽ കൊണ്ട് ഇടരുതെന്നോ. അടുത്ത ദൂതെന്ന് പറയുന്നത് ഈ ജീവിതം അവസാനിക്കുമ്പോൾ ആളുകൾ പറയാണ്, ആ അമ്മച്ചി ഒരു നെറിവുള്ള സ്ത്രീയായിരുന്നു, ആ അമ്മച്ചി നീതിബോധമുള്ള സ്ത്രീയായിരുന്നു, ആ അമ്മച്ചി മനുഷ്യപ്പറ്റുള്ളവളായിരുന്നു. ഇതാണ് ആ അമ്മച്ചി കൊണ്ടുവന്ന ദൂത്. അതേസമയം മരിച്ചു കഴിയുമ്പോൾ ചത്തത് നന്നായി എന്ന് പറയുകയാണെങ്കിൽ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനായിരുന്നു, ഒടുങ്ങി എന്ന് പറയുകയാണെങ്കിൽ
അയാളുടെ ദൂത് എന്തായിരുന്നു? സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ദൂതും പേറിയാണ് ഓരോ മനുഷ്യനും വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവശേഷിപ്പിക്കുന്ന ദൂത് എന്താണ്? പെട്ടിയിൽ മണ്ണിട്ടിട്ട് ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ആളുകൾ പോയാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആളുകൾ നിങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ തിരിവട്ടമായിട്ടുണ്ടാവണം, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ദാനമായി കൊടുത്തിട്ടുണ്ടാവണം, ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് എരിഞ്ഞു തീർന്നിട്ടുണ്ടാവണം. സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു കൂടെയുള്ള സഹോദരനോ നമ്മുടെ അയൽവക്കക്കാരനോ വേണ്ടി എത്ര പേര് ജാമ്യം നിൽക്കും? ഒന്ന് പോലീസ് സ്റ്റേഷൻ കയറാൻ പറ്റുമോ? നമ്മുടെ മേത്ത് മണ്ണ് വീഴുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിന്നു കൊടുക്കില്ല. ജീവിതത്തിന്റെ ദൂത് പേറുക എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഒരു സന്ദേശമായി മാറുക എന്നുള്ളതാണ്. നീ ജനിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു, നീ മാത്രം കരഞ്ഞു, ശരിയല്ലേ? ഇനി നീ മരിക്കുമ്പോൾ എല്ലാവരും കരയണം, നീ മാത്രം ചിരിക്കണം. അതിനൊത്തവണ്ണം നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നൊരു ചിന്തകൻ പറയുന്നത് നമ്മൾ നവംബർ മാസത്തിലേക്ക് ഓർക്കാറുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ എന്തായിരിക്കും? അത് നേരത്തെ കബീറിൻ്റെ പോലെ സുഗന്ധമുള്ള ഓർമ്മയായിരിക്കുമോ? എൻ്റെ ജീവിതത്തിൻ്റെ ദൂത് എന്താണ്? സ്നേഹം നിറഞ്ഞവരെ, ഓരോരുത്തരും കണ്ടെത്തണം. ഈ പ്രസംഗം പറയുന്നത് ഞാനും കണ്ടെത്തണം. എൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം എന്താണ്? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഒരു നന്മയുടെ നല്ല ദൂത് നിങ്ങൾ പേറുന്നവരായിരിക്കുക. ദൈവദൂതൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ആകാശദൂത് എന്ന് പറയുന്നത് പോലെ ഒരു ദൂതും പേറിയാണ് നമ്മുടെ ജീവിതം വന്നത്. എന്തു ദൂതാണ് ഇനി നീ അവശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു ഫയർ ബ്രാൻഡ് പോലെ അവസാനം വരെ കത്തിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം എന്താണ് നമ്മളോട് പറയുന്നത്? ഓടിത്തളരുമ്പോഴും വിശ്വസ്തനായിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ക്രിസ്തുവിനേക്ക് നോക്കിയേ, ആ ചെറുപ്പക്കാരൻ 33-ാമത്തെ വയസ്സിൽ തൂങ്ങി മരിച്ചിട്ട്, ആത്മഹത്യ അല്ല കേട്ടാ, കുരിശിൽ തൂങ്ങി കിടന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? എല്ലാം പൂർത്തിയായി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ത് പൂർത്തിയാകാനാണ്? നല്ലൊരു ജീവിതം കിടക്കണ്, ഇനി എന്തൊക്കെ അദ്ദേഹത്തിന് ആകാമായിരുന്നു. എന്നിട്ടും അയാൾ പറയുകയാണ് എല്ലാം പൂർത്തിയായി. അതിൻ്റെ അർത്ഥം അയാൾ എല്ലാം ചെയ്തു തീർത്തുന്നല്ല, ഇവിടം വരെ, മരണം വരെ ഞാൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. മദർ തെരേസ നമ്മളോട് പറയുന്നുണ്ട്, വിജയിക്കുന്ന ക്രിസ്ത്യാനി ആകാതിരിക്കുക, മറിച്ച് വിശ്വസ്തനായ ക്രിസ്ത്യാനിയാവുക. നിങ്ങൾ ചിലപ്പോൾ 33-ാമത്തെ വയസ്സിൽ തീർന്നു പോകാം. ഞാൻ ഈ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു പോകാം. പോകുന്ന പോക്കിനെ വണ്ടി ഇടിച്ച് മരിക്കാം. രാത്രി നിങ്ങളിൽ ആരെങ്കിലും മരിക്കാം. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സ്നേഹമുള്ളവരെ, അപ്പോഴും ഞാൻ ഒടുക്കം വരെ ഓടിത്തളരുവോളം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചോദ്യമാണ്. ഈ വിശ്വസ്തതയ്ക്ക് നമ്മൾ മാറ്റുരയ്ക്കണം. ചേരാനല്ലൂര് ആഴമുള്ള വിശ്വാസ പൈതൃകമുള്ള പള്ളിയിൽ, ആഴമുള്ള പൈതൃകമുള്ള കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശ്വസ്തതയുള്ളതാണോ? എൻ്റെ ജീവിതം എത്രമാത്രം ഓടിത്തളരുവോളം ഞാൻ അതിനോട് കൂറ് കാണിച്ചിട്ടുണ്ട്? എൻ്റെ കുടുംബത്തോട്, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോട്, ഞാനെന്ന് പറയുന്ന ക്രിസ്ത്യാനിയോട്, ഞാനെന്ന് പറയുന്ന വിശ്വാസിയോട്, ഞാനെന്ന് പറയുന്ന മനുഷ്യനോട് നിങ്ങൾ എന്തുമാത്രം കൂറുള്ളവരായിരുന്നു, എന്തുമാത്രം വിശ്വസ്തരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഈശോ പറയുന്നുണ്ട്, ഭൂമിയുടെ അതിരുകളിലേക്ക് പോവുക. നമ്മൾ മിഷൻ സൺഡേ ആഘോഷിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ, യുഗാന്തം വരെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈശോ പറയുന്നത്. അത് കേട്ടിറങ്ങി പുറപ്പെട്ട ഒരു വിശുദ്ധനെയാണ് നമ്മൾ ചിന്തിക്കുക. സ്നേഹമുള്ളവരെ, ഭൂമിയുടെ അതിരുകളിലേക്ക് പോവുക എന്ന് വെച്ചാൽ എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. ഫ്രാൻസിസ് ഇന്ത്യ വരെ വന്നു, ജപ്പാൻ വരെ വന്നു, ചൈന വരെ വന്നു. നമ്മൾ എങ്ങോട്ടാ പോകാൻ പോണേ? സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അതിരുകൾ ചെറുതാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഭ, എൻ്റെ റീത്ത്, എൻ്റെ രൂപത, മറ്റേ സീറോ മലബാർ ക്രിസ്ത്യാനി, ഞാൻ, എൻ്റെ മതം, എൻ്റെ ഇടവക, ഞങ്ങളുടെ കുടുംബ യൂണിറ്റ്, ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റ്, അങ്ങനെ മനുഷ്യനിങ്ങനെ ചെറുതായി വരുന്നൊരു കാലഘട്ടത്തിൽ, അതിരുകളെല്ലാം ചെറുതാകുന്നൊരു കാലഘട്ടത്തിൽ ഭൂമിയുടെ അതിരുകൾ വരെ പോവുക എന്ന് പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് സേവ്യറിൻ്റെ അപ്പനും അമ്മയും വെള്ളക്കാരായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടാണ് അന്നത്തെ പോർച്ചുഗീസ് കോളനിയിലോ സ്പെയിൻ കോളനിയിലോ ജീവിക്കാനായിട്ട്. അദ്ദേഹത്തിന് അന്നത്തെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ജീവിതം ജീവിക്കാൻ പറ്റും. അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും കിട്ടും. തൻ്റെ കുടുംബത്തിനടുത്ത റോയൽ പ്രതാപങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷെ അയാള് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പ്രാകൃതരായ ഗോത്രവംശജർ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് വരാണ്. അയാൾ കറുത്തവരെയും ഇരുനിറക്കാരെയും കാണാണ്. അയാള് വേറെ നിറങ്ങളുള്ള, വേറെ ഭാഷയുള്ള, വേറെ വാക്കുകൾ സംസാരിക്കുന്ന ആളുകളെ കാണാണ്. എന്നിട്ട് അയാൾ അവിടേക്ക് വരാണ്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്. അവരിൽ ഒരുവനാണ്. നമ്മളെല്ലാം തുല്യനാണ്. നമ്മുടെ അതിരുകൾ ഇങ്ങനെ വലുതാവുക.
ദൈവത്തെ പറ്റി പറയുന്ന ഹൈന്ദവ ചിന്തയിലെ ഏറ്റവും നല്ല പദം ബ്രഹ്മം എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മം എന്നാൽ എന്താണ്? ബൃഹത്തായത്. എത്രത്തോളം നിങ്ങൾ വിശാലമാകുന്നുവോ അത്രത്തോളം വിശുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ മാറുന്നു. ദൈവം അത്രയും ബൃഹത്താണെന്നേ. നാളെ നിങ്ങളൊരു കറുമ്പനെ കണ്ടാലും, നാളെ നിങ്ങൾ കെനിയയിൽ പോയാലും, നാളെ നിങ്ങളൊരു മുസ്ലിമിനെ കണ്ടാലും, നിങ്ങൾ നാളെ ജീവിക്കേണ്ടത് മറ്റൊരു മതസ്ഥന്റെ കൂടെ ആയാലും അവിടെയെല്ലാം അതിരുകളില്ലാത്ത മനുഷ്യരായിട്ട് മാറുക. മതില് കെട്ടാനാണ് ഇഷ്ടം, ഗേറ്റ് വെക്കാനാണ് ഇഷ്ടം, കോമ്പൗണ്ട് തിരിക്കാനാണ് ഇഷ്ടം. കാരണം എല്ലാത്തിനെയും വെട്ടി 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 എന്റെ പാക്കറ്റുകളും പോക്കറ്റുകളും ആക്കി മാറ്റുന്ന മനുഷ്യൻ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതിർത്തികൾ കെട്ടിപ്പൊക്കും എന്നാ പറയുന്നത്. ഇനി മെക്സിക്കോയിൽ നിന്ന് അപ്പുറത്തൊന്നും ആരും ഇങ്ങോട്ട് ചാടണ്ട. എന്റെ അതിര്, എന്റെ ബൗണ്ടറി, എന്റെ കുടുംബം, എന്റെ സംസ്കാരം, എന്റെ ജാതി. ഇത് എങ്ങനെയാ മനുഷ്യൻ ഇങ്ങനെ ചെറുതാവുന്നേ? സ്നേഹമുള്ളവരെ, അതിരുകളില്ലാതെ മതിലുകളില്ലാതെ മനുഷ്യൻ എന്ന ഒരൊറ്റ ജാതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? അതാണ് ദൈവാംശം എന്ന് പറയുന്നത്. ആത്മാക്കളെ നേടാൻ വേണ്ടി ഒരാൾ പോയി. അന്നൊക്കെ നമ്മുടെ കൊച്ചാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും ആത്മാക്കളെ നേടുക, ആത്മാക്കളെ നേടുക. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന പരിപാടി? പിള്ളേർക്ക് അത് എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം? ഇത്രയേ ഉള്ളൂ. ലോകത്തിൽ എവിടെയുമുള്ള മനുഷ്യനും ദൈവത്തിന്റെ കുഞ്ഞാണ്. ലോകത്തിൽ എവിടെയുള്ള മനുഷ്യനും എന്റെയും കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞിനെ ഞാൻ എന്റേതായി തന്നെ കാണും എന്ന് പറയുന്ന സ്നേഹമാണത്. സ്പെയിനിൽ നിന്നും ലിസ്ബണിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ഒരാള് ഈ കോഴിക്കോടും തൂത്തുക്കുടിയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ജപ്പാനിലും കണ്ട മനുഷ്യരും ഒക്കെ അയാളുടെ സഹോദരങ്ങളായിട്ട് കാണാനുള്ള അയാളുടെ വിശാലതയുടെ പേരാണ് സുവിശേഷം. അതിന്റെ പേരാണ് ക്രിസ്തു. അതിന്റെ പേരാണ് സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിരുകളില്ലാതെ, വർഗീയത പറയാതെ, ധ്രുവീകരണങ്ങളില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ബൊഗൈൻവില്ല എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അതിൽ സുന്ദരമായൊരു പാട്ടിറങ്ങി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രണയത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അപ്പൊ കുറെ ക്രിസ്തീയ സംഘടനകൾ വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഇത് പറയാൻ പാടില്ല, ഈ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കും. അപ്പൊ ചോദ്യം, അതെന്താ? ഭൂലോകം സൃഷ്ടിച്ചത് കർത്താവല്ലേ? അത് കർത്താവാണ്. അപ്പൊ സ്തുതി പറയുന്നത് ശരിയല്ലേ? അതും ശരിയാണ്. പിന്നെ അത് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. അതായത് നമ്മുടെ കർത്താവിനെ സംരക്ഷിക്കാൻ നമ്മൾ ഇറങ്ങേണ്ട അവസ്ഥയാണ്. മനസ്സിലായോ? കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി, മതം സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരു കാര്യം തിരിച്ചറിയുക. ആത്യന്തികമായിട്ട് അതിരുകളും മതിലുകളും ഇല്ലാതെ മുന്നിലേക്ക് വരുന്നത് ഏത് മനുഷ്യനാണെങ്കിലും അവനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് സുവിശേഷം. അതാണ് 1500കളിൽ ആ 46 വയസ്സുള്ള ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തന്ന വലിയൊരു പാഠം എന്നുള്ളത്. ഇനി നാലാമത്തൊരു കാര്യം, ജ്ഞാനസ്നാനപ്പെടുത്തുക. ആളുകൾ പറയും അദ്ദേഹം ലക്ഷങ്ങളെ മാമോദീസ മുക്കി, മതം മാറ്റി. സ്നേഹം എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെ ജ്ഞാനസ്നാനപ്പെടുത്താൻ പോണേ? ഒന്ന് നോർത്തിലേക്ക്, കർണാടക വരെ പോയാൽ പോലും നിങ്ങൾക്ക് ജ്ഞാനസ്നാനപ്പെടുത്താൻ പറ്റില്ല. BJP-ക്കാർ പ്രശ്നം ഉണ്ടാക്കും, RSS-കാർ തല്ലും. അപ്പൊ അന്നത്തെ പോലെ മതം മാറ്റുന്ന മാമോദീസ മുക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിന്ന് ജീവിക്കുക. പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക എന്ന ഈശോയുടെ അവസാന വാചകങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെ പറ്റും? ചോദ്യമാണ്. ആ ജ്ഞാനസ്നാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്താണ് ഈ ജ്ഞാനസ്നാനം നമ്മളോട് പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവെന്ന് പറയുന്നത് നമുക്ക് മുകളിലുള്ള ഒരു സ്നേഹമാണ്. പുത്രൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരു സുഹൃത്തിനെ പോലെയുള്ള സ്നേഹമാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എരിയുന്ന സ്നേഹമാണ്. ജ്ഞാനസ്നാനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളോട് പറയുന്നത്, നിങ്ങളുടെ കൂടെ ഒരു സ്നേഹവലയമുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു സ്നേഹമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്ന് പറയലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു SNDP-കാരനോ അല്ലെങ്കിൽ മറ്റു മതസ്ഥനോ ഒരു ബംഗാളിക്കോ ഓ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്നേഹവലയമുണ്ട് എന്ന് തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ തോന്നിപ്പിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ ഇന്ന് 2024 നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൂടെ തൊഴിലിടത്തിലുള്ള, നിങ്ങളുടെ കൂടെ KSRTC-യിൽ വരുന്ന, നിങ്ങളോടൊപ്പം വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു മനുഷ്യൻ, നിങ്ങളുടെ കുടുംബ യൂണിറ്റുള്ള ഒരു മനുഷ്യൻ, അയാൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് അയാൾ മുകളിലുള്ളൊരു സംരക്ഷണത്തിൻ്റെ സ്നേഹം, കൂടെയുള്ളൊരു സതീർത്ഥ്യത്തിൻ്റെ സ്നേഹം, ഉള്ളിൽ നിന്ന് എരിയുന്ന ഒരു ആത്മാർത്ഥമായ സ്നേഹം അയാൾക്ക് കൂടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ജ്ഞാനസ്നാനപ്പെടുത്തി. ഇതാണ് ജ്ഞാനസ്നാനം ഇന്നത്തെ കാലത്തിലെ. വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ വികാരിയച്ഛൻ വന്നിട്ട് ലിൻ്റെ വച്ചനെ പരിചയപ്പെടുത്തി, എന്നെ പരിചയപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഇതാണ് ഫ്രാൻസിസ് സേവ്യർ ചെയ്തത്. ഫ്രാൻസിസ് സേവ്യർ വന്നിട്ട് സുവിശേഷത്തിനൊരു ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷം ഒരു യാചകൻ
തനിക്ക് എവിടെ നിന്നാണോ ഇന്ന് അപ്പം കിട്ടിയതെന്ന് മറ്റൊരു യാചകന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. ഫ്രാൻസിസ് വന്നിട്ട്, ഗോവയിൽ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, കുരിശിൽ തൂക്കപ്പെട്ട ഒരു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം കുറേയും കൂടി സ്നേഹം നിറഞ്ഞതാകും, കുറേയും കൂടി മെച്ചപ്പെട്ടതാകും. സാമ്പത്തിക മെച്ചമല്ല പറയുന്നത്, കുറെ കൂടി ആശ്വാസം ഉണ്ടാകും. ഇതാണ് സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, ആ ചെറുപ്പക്കാരൻ 46 വർഷം കൊണ്ട് ഓടിത്തീർത്ത ജീവിതം അവസാനം നമ്മളോട് പറയുന്നത്, സ്നേഹത്താൽ നിങ്ങൾ ഓരോരുത്തരെയും സ്നാനപ്പെടുത്തുക. ഇനി നിങ്ങൾ മാമോദിസ വെള്ളം വീഴ്ത്തണ്ട, നിങ്ങൾ ഹന്നാം വെള്ളം ആരുടെയും മേത്ത് തളിക്കാൻ പോകണ്ട, നിങ്ങൾ കവലയിൽ നിന്ന് ബൈബിള് പ്രസംഗിക്കാൻ പോകണ്ട. നിങ്ങളുടെ ജീവിതം കൊണ്ട് സ്നേഹത്താൽ നിങ്ങൾക്ക് ആളുകളെ സ്നാനപ്പെടുത്താൻ പറ്റുമോ? അദ്ദേഹം ഭാഷ പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഭാഷ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും മറ്റ് ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണ്. ഈ മലയാളം, തമിഴ്, ഉറുദു, നമ്മുടെ ഭാഷ ഒരു രക്ഷയില്ലാത്ത ഭാഷയാണ്. അതുവരെ പുള്ളി പഠിച്ചു എന്ന് പറയാണ്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷ അയാൾ സംസാരിച്ചു. അതെന്തായിരിക്കും? നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയാലും, സൗദി അറേബ്യ പോയും, പാകിസ്ഥാനിൽ പോയാലും, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാലും, മസനഗുഡി വഴി ഊട്ടിക്ക് പോയാലും, അവിടെയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്നൊരു ഭാഷ എന്താണത്? സ്നേഹത്തിൻ്റെ ഭാഷയാണ്. കുറച്ച് കൊല്ലം മുമ്പ് ഒറ്റയ്ക്കൊരു ബുള്ളറ്റ് എടുത്തിട്ട് ലഡാക്കിലേക്ക് പോയി. അങ്ങനെ പോയി കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ അവശതയായി. കയ്യിലുണ്ടായിരുന്ന ഫുഡ് തീർന്നു. കാട്ടുപാതയിലേക്ക് കയറി. ഇനി ഹോട്ടലില്ല, പറിച്ച് കഴിക്കാനായിട്ട് ഫലവൃക്ഷങ്ങളൊന്നുമില്ല. ആകെ കിളി പോയി, തല മരയ്ക്കാൻ തുടങ്ങി, വണ്ടീനെ ഓടിക്കാൻ പറ്റില്ല. തളർന്ന് വീഴാറായപ്പോൾ കണ്ണൊന്ന് അടഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഉത്തരാഖണ്ഡിലാണ്. ആ ചേച്ചിയുടെ മുതുകത്തൊരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ തേയില പറിച്ചിടാനുള്ള കൊട്ടയാണത്. ആ പുള്ളിക്കാരത്തി സംസാരിക്കുന്നത് കാങ്കടി ഭാഷ, ഞാൻ പറയുന്നത് മലയാളം. പുള്ളിക്കാരത്തി പറയുന്നത് എനിക്കോ, ഞാൻ പറയുന്നത് പുള്ളിക്കാരത്തിക്കോ മനസ്സിലാവുന്നില്ല. പക്ഷെ ആ പുള്ളിക്കാരത്തി എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് താഴത്തേക്കൊരു വീട്ടിലേക്ക് പോയി. അത് അവളുടെ വീടായിരുന്നു. അടുക്കളയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് 2 ആലു പൊറാട്ട എനിക്ക് തന്നു. സത്യം പറഞ്ഞ് എനിക്ക് അത് മതി. അത് രണ്ടും കഴിച്ചിട്ട് ഇങ്ങനെ നോക്കി, പുറകിൽ ചിറകുണ്ടോ? മാലാഖയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യരൊക്കെ മാലാഖമാരാകുന്നത് ഇതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോഴാണ്. അവിടെ നമുക്ക് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ, അവിടെ നമുക്ക് സീറോ മലബാറെന്നോ ലത്തീനെന്നോ മലങ്കരയെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഏത് നാട്ടിലും ആർക്ക് മനസ്സിലാകുന്ന സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്ന് നമ്മൾ വീണ്ടും ഓർമ്മിക്കുമ്പോൾ, ആ സ്നേഹം ജീവിക്കാൻ, സ്നേഹത്താൽ ആളുകളെ സ്നാനപ്പെടുത്താൻ, മറ്റുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാൻ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കാകട്ടെ. ഇനി ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അദ്ദേഹം ജീവിച്ചത് ഒരു ട്രമൻഡസ് ജീവിതമായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. സിനിമാറ്റിക് ആക്കാൻ പറ്റുവാണെങ്കിൽ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം പക്കാ ത്രില്ലറായിരിക്കും എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ആ ത്രില്ലിംഗ് ആയിട്ടുള്ള ജീവിതം കൊച്ചുകുട്ടികളുടെയെങ്കിലും ഒരു ഹീറോയിക്കായിട്ട് എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിലെങ്കിലും ഒരു കോമിക്കോ കാർട്ടൂണോ ഒക്കെ ഈ ഫ്രാൻസിസ് സേവ്യറിനെ പരിചയപ്പെടുത്തുന്നത് വന്നാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഫ്രാൻസിസ് സേവ്യർ ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കാൻ പോകുന്നതും നല്ല മഴയും നല്ല തണുപ്പും നല്ല നനവും ഉള്ളൊരു ദിവസം നിങ്ങൾക്ക് നല്ല തീ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരു തീപ്പന്തത്തിൻ്റെ തിരുനാളായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തീ നിങ്ങൾക്കുണ്ടാവട്ടെ. അത് മനുഷ്യനെ സ്നേഹിക്കാനുള്ള തീയാണ്. അത് ക്രിസ്തു ഇട്ട സുവിശേഷത്തിൻ്റെ തീയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് യൂദയായിൽ ഗലീലി കടൽ തീരത്ത് അലയടിച്ച ഒരു തീയാണ്. ആ തീ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഉണ്ടാവട്ടെ. പെരുന്നാളും അതിൻ്റെ ഘോഷങ്ങളും കഴിയുമ്പോഴും ഈ തീ ഏത് മഴ വന്നാലും കെടാതെ നിങ്ങളുടെ ജീവിതങ്ങളിലേക്കും വരുന്ന ഈ കുഞ്ഞുങ്ങളിലേക്കും ഇനിയുള്ള നാളുകളിലേക്കും ഈ ചേരാൻ നല്ലൊരിനുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. തിരുനാളിൻ്റെ നല്ല ദിനങ്ങളും സന്തോഷവും നല്ല ഫുഡും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ ലളിതമായ ഭാഷയിൽ അനുഗ്രഹദായകമായ വചന സന്ദേശം നമുക്ക് നൽകിയ സ്നേഹബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് ഇടവക സമൂഹം മുഴുവൻ്റെയും തിരുനാൾ കമ്മിറ്റിയുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അച്ഛൻ തൃപ്പൂണിത്തറയിൽ എൻ്റെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തതാണ്. വളരെ അനുഗ്രഹദായകമായ കൃപകളുള്ളൊരു വൈദികനാണ്. നന്നായി എഴുതും. നമ്മുടെ സത്യദീപത്തിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ നന്നായിട്ട് എഴുതി. അദ്ദേഹം അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. റോമിൽ പഠിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഉള്ളിൽ തീ സൂക്ഷിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹദായകമാകട്ടെ, ദൈവജനത്തിൻ്റെ കൃപ നിറഞ്ഞതാകട്ടെ, ലോകത്തിന് സൗന്ദര്യമുള്ള തീയായിട്ട് നിലകൊള്ളുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിൻ്റെ നന്ദിയും പ്രാർത്ഥനകളും അച്ഛന് അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാന ഭക്തിയോടെ തുടരാം.